ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ഏതാണെന്ന് പറയുന്നത്. അതിൽ ചില ഭാഗങ്ങൾ അവർ തന്നിട്ടുണ്ട്, ചിലത് നമ്മൾ എഴുതണം. എന്താണ് ആ ചിത്രങ്ങൾ? ഒന്ന് ബസ്, പിന്നെ കാർ. ബസ് എന്താണ് അവിടെ പറയുന്നത്? ഐ ഹാവ് 20 സീറ്റ്സ്. എന്താണ്? ബസ് പറയാണ് എനിക്ക് 20 സീറ്റുകളുണ്ടെന്ന്. അല്ലേ? ബസ്സിൽ ധാരാളം സീറ്റുകളുണ്ട് അല്ലേ? അപ്പോൾ 20 സീറ്റുകളുണ്ടെന്ന് കാറിനോട് ബസ് പറയാണ്. അപ്പോൾ കാർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? കാറിന് 20 സീറ്റുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താവും കാറ് പറഞ്ഞിട്ടുണ്ടാവുക? കാറ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് എത്ര സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും? 4 5. ഓരോ കാറിനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മളൊരു 4 എന്ന് പറയാനായിട്ട്. അപ്പം കാറ് പറയാണ് എനിക്ക് 4 സീറ്റുകളുണ്ട്. എങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക? ബസ് എങ്ങനെയാണ് പറഞ്ഞത്? ഐ ഹാവ് 20 സീറ്റ്സ്. അപ്പം കാർ എങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക? ഇതേപോലെ തന്നെ ഇവിടെ ഐ ഹാവ് 4 സീറ്റ്സ്. അപ്പം ഈ 20 എന്നുള്ളിടത്ത് മാത്രമാണ് കാർ മാറ്റി പറഞ്ഞേക്കണേ അല്ലേ? കാർ എന്ത് പറഞ്ഞു? 4 സീറ്റ്സ്. അപ്പം ഇതേപോലെ നോക്കി എഴുതണേ. ഐ ഹാവ് 4 സീറ്റ്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഐ ഹാവ് 20 സീറ്റ്സ്. 20 സീറ്റുകൾ ഉണ്ടെന്ന് ബസ് പറഞ്ഞു. കാർ എന്ത് പറഞ്ഞു? എനിക്ക് 4 സീറ്റുകളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് 4 സീറ്റുകളുണ്ടെന്ന് എങ്ങനെ എഴുതും? ഇതേപോലെ തന്നെ ബസ് പറഞ്ഞ പോലെ തന്നെയാണ് പറയേണ്ടത്. അതിൽ എന്തുണ്ട്? ഈ 20 എന്നുള്ളത് മാറ്റി അവിടെ എന്ത് എഴുതണം? 4 എന്നാക്കണം. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ കാർ എന്താ പറഞ്ഞത്? ഐ ഹാവ് 4 സീറ്റ്സ്. ഓക്കെ, അടുത്തത് എന്താണ് ബസ് പറഞ്ഞ്? ബസ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എഴുതണം. അതെന്താണെന്ന് അറിയില്ല അല്ലേ? പക്ഷേ കാർ അതിന് ഉത്തരം പറയണ്ടേ? എന്താ പറയണത്? ഐ ടു ഹാവ് 4 വീൽസ്. എനിക്കും 4 എന്തുണ്ട്? ചക്രങ്ങളുണ്ട് അല്ലേ? എനിക്കും 4 ചക്രങ്ങളുണ്ട്. അങ്ങനെ കാർ പറയണമെങ്കിൽ ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവും? ബസ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കാറ് പറഞ്ഞത് എന്താ? എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന് അല്ലേ? അപ്പോൾ ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? എന്താവും? അപ്പോൾ ബസ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 4 ചക്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാവുമല്ലോ കാറ് പറഞ്ഞിട്ടുണ്ടാവുക എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് എനിക്ക് 4 ചക്രങ്ങളുണ്ട് എന്ന് പറയുക? എങ്ങനെയാ? ഇതേ ബസ് അതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെയല്ലേ? അതിന് മുന്നേ എന്താ പറഞ്ഞേ? ഐ ഹാവ് 20 സീറ്റ്സ്. അതേപോലെ തന്നെയാണ് ബസ് പിന്നെയും പറഞ്ഞത്. എങ്ങനെ? ഐ ഹാവ് 4 വീൽസ്. മനസ്സിലായോ? ഐ ഹാവ് 4 വീൽസ്. ഇവിടെ ഐ ഹാവ് 2 എന്നുള്ളത് എഴുതണ്ട. എന്താണ്? എനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? എനിക്ക് 4 ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആ 2 എന്ന് മാറ്റിയിട്ട് അത് എഴുതണ്ട. ബാക്കി ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക. ഐ ഹാവ് 4 വീൽസ്. എനിക്ക് 4 ചക്രങ്ങളുണ്ടെന്ന് ബസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് കാറ് പറഞ്ഞത് എന്ത്? ഐ ടു ഹാവ് 4 വീൽസ്. എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന്. ഓക്കെ, അടുത്തത് നോക്കാം. എന്താണ് അവിടെ ബസ് പറഞ്ഞത്? ഐ ആം ബിഗ്. ബസ് പറഞ്ഞത് ഐ ആം ബിഗ്. എന്താണ്? ഞാൻ വലുതാണ്. ബസ് പറഞ്ഞു അല്ലേ? ഞാൻ വലുതാണ്. അതെ, ബസ് വലുതല്ലേ? കാറിനെ നോക്കുമ്പോൾ ബസ് വലുതല്ലേ? അപ്പോൾ ബസ് പറഞ്ഞു കാറിനോട് ഞാൻ വലുതാണ്. എങ്ങനെ പറഞ്ഞേ? ഐ ആം ബിഗ്. വലുത്. വലുതിന് എന്താ പറയുക? ബിഗ്. അപ്പോൾ കാർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? കാറ് ബിഗാണോ? ബസ്സിൻ്റെ പോലെ ബിഗാണോ കാറ്? അല്ല അല്ലേ? കാർ എന്താണ്? കാറ് ബസ്സിനെ വെച്ച് നോക്കുമ്പോൾ കാറ് എന്താണ്? സ്മോൾ. അപ്പോൾ കാറ് പറഞ്ഞിട്ടുണ്ടാവും ഐ ആം സ്മോൾ. ഐ ആം സ്മോൾ. ഞാൻ ചെറുതാണ്. ഐ ആം എന്ന് എഴുതുക. എന്നിട്ട് ബിഗിന് പകരം അവിടെ എന്ത് എഴുതണം? സ്മോൾ. SMALL. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 പിക്ചർ തന്നിട്ടുണ്ടല്ലേ? എന്താണ് പിക്ചർ? ഒരു കുട്ടി സൈക്കിളും എങ്ങനെ പോണത് കാണിക്കുന്നുണ്ട്. പിന്നെന്താ കാണിക്കുന്നത്? ഒരു കുട്ടി പട്ടം പറക്കുന്നത്. ഇങ്ങനെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? എന്താണ് നിങ്ങൾ ആ ചിത്രങ്ങളിൽ കാണുന്നത്? ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഒരു കുട്ടിയോ? ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ട്. ഇനി ചോദ്യം നോക്കാം. എ ബോയ് ആൻഡ് എ ഗേൾ ആർ എൻഗേജ്ഡ് ഇൻ സം ആക്ടിവിറ്റീസ്. എന്താണ് അവർ പറയണത്? ഒരു ബോയ് എന്ന് വെച്ചാൽ ആൺകുട്ടിയും ഒരു ഗേൾ ഒരു പെൺകുട്ടിയും എൻഗേജ്ഡ് ആണ് സം ആക്ടിവിറ്റീസ്. ചില പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബോയ് ചെയ്യണത് സൈക്കിള് ചവിട്ടുക. ഗേൾ ചെയ്യണതോ? ഗേൾ ചെയ്യുന്നത് പട്ടം പറപ്പിക്കുക. അപ്പോൾ സൈക്കിളിന് എന്താ പറയുക? ബൈസിക്കിൾ. പട്ടത്തിനെയോ? കൈറ്റ്. വാട്ട് ആർ യു സേയിങ്? അവരെന്താവും പറഞ്ഞിട്ടുണ്ടാവുക? സൈക്കിൾ ചവിട്ടുന്ന ബോയ് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ കണ്ടോ? അവിടെ ഡാഷ് ഇട്ടുണ്ട്. അവിടെ നമ്മൾ പൂരിപ്പിക്കണം. പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതും നമ്മൾ എഴുതണം. ദ ലൈക്ലി ഡയലോഗ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. കണ്ടോ? ആ ബോക്സിൽ നിന്നെടുത്ത്
സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ അതണ്ട് എഴുതുകയോ വേണ്ടോ? അപ്പോൾ എന്താവും ആ ബോക്സിൽ തന്നേക്കണത്? അത് നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. ബൈസിക്കിൾ റൈഡിങ് ചെയ്യാണ്. ഞാൻ ബൈസിക്കിൾ റൈഡിങ് ചെയ്യാണ് അല്ലേ? ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. അപ്പോൾ അത് ഏതിലാവും എഴുതുക? ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. ബൈസിക്കിൾ എന്താ? സൈക്കിൾ അല്ലേ? ആ സെൻറ്റൻസ് ആ ബോയ് പറയുന്നിടത്ത് എഴുതാം. ഇനി ഏളെന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ഫ്ലൈയിങ് ദ കൈറ്റ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. ഞാൻ പട്ടം പറപ്പിക്കുകയാണ് അല്ലേ? അതല്ലേ ഗേള് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഗേള് പറഞ്ഞത് എവിടെ എഴുതണം? ഗേള് പറഞ്ഞ ആ കോളത്തിൽ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു പച്ചക്കറിയാണ്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഞാൻ റൗണ്ട് ഷേപ്പാണ്. ഐ ആം റെഡ് ഇൻ കളർ. ഞാൻ ഏത് കളറാണ്? റെഡ് കളറാണ്. ഹു ആം ഐ? ആരാണ് ഞാൻ? റെഡ് കളറ് റൗണ്ട് ഷേപ്പുള്ള വെജിറ്റബിൾ ഏതാ? ടൊമാറ്റോ. ടൊമാറ്റോ എന്നെങ്ങനെ എഴുതുക? TOMATO. തക്കാളി അല്ലേ? വെജിറ്റബിൾ തക്കാളിയാണ്. നല്ല റൗണ്ട് ഷേപ്പുള്ള റെഡ് കളറുള്ള തക്കാളി അല്ലേ? ആ, ടൊമാറ്റോ. ഹു ആം ഐ? ആരാണ്? ടൊമാറ്റോ. ഇനി അടുത്തത് ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിളാണ്. ഐ ആം ഓറഞ്ച് ഇൻ കളർ. ഞാൻ ഓറഞ്ച് കളറാണ്. റാബിറ്റ്സ് ലൈക്ക് മീ മോർ. മുയലിനെ കൂടുതൽ ഇഷ്ടമാണ് എന്നെ. ഐ ആം സ്വീറ്റ് ഇൻ ടേസ്റ്റ്. നല്ല സ്വീറ്റ് ഇൻ ടേസ്റ്റാണ്. ഹു ആം ഐ? ആരാണ്? ക്യാരറ്റ്. ക്യാരറ്റിന് ഏത് കളറാണ്? ഓറഞ്ച് കളറാണ്. റാബിറ്റ് മുയലിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയോ അതൊരു വെജിറ്റബിൾ ആണല്ലേ? അപ്പോൾ ക്യാരറ്റ്, CARROT, ക്യാരറ്റ്. ഓക്കെ, അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.